മാഷെ, വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്നലെ ലോക്സഭയിൽ നീണ്ട ചർച്ചയാണ്. മണിക്കൂറുകളോളമുള്ള ചർച്ചാ വാഗ്വാദങ്ങളൊക്കെ നടന്നത് നമ്മൾ കണ്ടതാണ്. ഇതിൽ കുറെ പേർ സന്തോഷിക്കുന്നുണ്ട്. ഇപ്പൊ മധ്യപ്രദേശിലെ മുസ്ലിം സ്ത്രീകൾ അടക്കം മോദിക്ക് ജയ് വിളിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ചകളും വീഡിയോകളും ഒക്കെ ഇപ്പോൾ വൈറലായി മാറുകയാണ്. മുനമ്പത്തുകാർ അതിലും വലിയ സന്തോഷത്തിലാണ്. കുറച്ചു പേർ ഒരു ഭാഗത്തിരുന്ന് നന്നായി കരയുന്നുമുണ്ട്. അപ്പോ എന്താണ് ഇവരുടെ പ്രശ്നം? അല്ല, വഖഫ് നിയമത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നത് വളരെ നല്ലത്. കാരണം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഏതൊരു നിയമവും വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം പാസ്സാക്കിയെടുക്കുന്നതാണ് ജനാധിപത്യ സംവിധാനത്തിൽ നല്ല കാര്യം. അപ്പോൾ വഖഫ് നിയമത്തിൻ്റെ ഭേദഗതികൾ വരുന്നു. വഖഫ് നിയമം നിലവിലുള്ള കുറേ കാലമായിട്ട് നിലനിൽക്കുന്ന സാധനം. അതിൽ കാലാകാലമായിട്ട് ഭേദഗതികൾ ആവശ്യമാണെന്ന് തോന്നുന്ന സാഹചര്യത്തിലാണ് ഭേദഗതി വരുന്നത്. ഇപ്പോഴും അങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടുണ്ട്. ആ വിഷയത്തിൽ കേരളം ഇതിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം മുനമ്പം ഭൂമി ഇടപാടുകളാണ്. കാരണം അവിടെ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കറിയാം അത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്ന വാദം യഥാർത്ഥത്തിൽ അവിടെ നിലനിൽക്കുന്നതായിട്ടുള്ള വസ്തുത യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ്. കാരണം വഖഫ് ഭൂമി ഒരു കാരണവശാലും ക്രയവിക്രയ വിധേയമല്ല. പക്ഷേ ഇത് ക്രയവിക്രയം നടത്തി കുറേ നാളുകളായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ താമസിക്കുന്നതുണ്ട്. അങ്ങനെ താമസിക്കുന്ന ആളുകൾ കുടിയിറക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു പരാമർശം വരികയും ഇത് വഖഫ് ഭൂമിയാണ് എന്ന് വരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കുടിയിറക്ക് ഭീഷണിയിൽ ഒരുപാട് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നിരന്തരമായി സമരം നടത്തുകയും ആ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു ധാരണ ഈ നിയമ ഭേദഗതി പാസ്സായി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ്. എനിക്ക് തോന്നുന്നില്ല അത് പരിഹരിക്കപ്പെടും എന്ന്. വഖഫ് നിയമത്തിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കാലാനുസൃതമായിട്ട് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് എന്ന് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. പക്ഷേ അതിൽ പല നിർദ്ദേശങ്ങളും വീണ്ടും പുനഃപരിശോധിക്കണമെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ വഖഫ് ബോർഡിൽ വരുന്നതായിട്ടുള്ള അംഗങ്ങൾ മുസ്ലിങ്ങളല്ലാത്തവരാകാം എന്ന് പറയുന്ന അല്ലെങ്കിൽ മുസ്ലിം ഇതര സമുദായ അംഗങ്ങൾക്ക് അതിൽ പ്രവേശനം അനുവദിക്കുന്ന ഒരു ഭേദഗതി അതിൻ്റെ അകത്തുണ്ട്. അത് പക്ഷേ ഒരു മതവും അംഗീകരിക്കാനായിട്ട് സാധ്യതയില്ലാത്ത ഒന്നാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡിനകത്ത് ഹിന്ദു വിരുദ്ധരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഹിന്ദുക്കളല്ലാത്ത ആളുകൾ, വിരുദ്ധരൊന്നും വേണമെന്നില്ല, ഹിന്ദുക്കളല്ലാത്ത ആളുകളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല വിശ്വ ഹിന്ദു പരിഷത്ത് മാത്രമല്ല ഹിന്ദുക്കളും ഹിന്ദു സമുദായവും അത് അംഗീകരിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അതിന് സമാനമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ് ഈ വഖഫ് ബോർഡിലും മുസ്ലിം ഇതരായിട്ടുള്ള ആളുകൾക്ക് പ്രവേശനം അനുവദിക്കുന്നത്. അത് വീണ്ടും പുനഃപരിശോധിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പുനഃപരിശോധിക്കേണ്ട കാര്യങ്ങൾ പുനഃപരിശോധിക്കുകയും ഭേദഗതി വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഭേദഗതി വരുത്തുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ആദിവാസികളുടെ ഭൂമി, പൈതൃക ഭൂമി, ഇതൊക്കെ വഖഫിൻ്റെ ഭൂമിയാക്കി മാറ്റാൻ പാടില്ല എന്ന് പറയുന്ന നിയമത്തെ മുസ്ലിങ്ങളും സ്വാഗതം ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയിലെമ്പാടും ആദിവാസി ഭൂമി അന്യാധീനപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് ഈ വഖഫ് ഭൂമിയായിട്ടൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ തിരച്ചെടുക്കൽ പോലും അസാധ്യമായി തീരും എന്നുള്ളതാണ്. പിന്നെ പ്രതിപക്ഷം എതിർക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ആയിട്ട് എനിക്ക് തോന്നിയത്, വഖഫ് ഭൂമിയായിട്ട് ഒരാൾക്ക് തൻ്റെ ഭൂമി കൊടുക്കണമെങ്കിൽ, എന്നുവെച്ചാൽ ദാനം കൊടുക്കണമെങ്കിൽ, അള്ളാഹുവിന് തൻ്റെ ഭൂമി ദാനം കൊടുക്കണമെങ്കിൽ അയാൾ 5 വർഷക്കാലമായിട്ട് മുസ്ലിം മതത്തിൽ വിശ്വസിച്ച് ജീവിച്ച ആളായിരിക്കണം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അതിൻ്റെ അകത്ത് വെച്ചാൽ. നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒരു കണ്ടീഷൻ വെച്ച് കുഴപ്പമില്ല. കാരണം മുസ്ലിങ്ങളാണല്ലോ ഭൂമി കൊടുക്കേണ്ടായിരുള്ളൂ, വേറെ ആൾക്കാർ വഖഫിന് ഭൂമി കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 5 വർഷമായിട്ട് മുസ്ലിമായിട്ട് ജീവിക്കുന്ന ഒരാൾ തന്നെ അതിലൊന്നും എതിർക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും എതിർപ്പിനെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുള്ള വിഷയങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര സമുദായ അംഗങ്ങൾക്ക് പ്രവേശനം നൽകാം എന്ന് പറയുന്ന ആ ഭാഗം അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കാരണം അത് ആ മതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല. കുറേ കഴിയുമ്പോൾ അത് ഹിന്ദുക്കളുടെ കാര്യത്തിലും അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ കാര്യത്തിലൊക്കെ കടന്നു വരാം. അതെല്ലാവർക്കും പ്രശ്നങ്ങളായി തീരാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് പരിഹരിക്കുകയും അതേപോലെ തന്നെ വഖഫ് നിയമത്തിൻ്റെ അതിനെ മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യത, ആ മിസ്യൂസ് ചെയ്ത സാധ്യതയുടെ ഒരു പ്രതിഫലനമാണ് മുനമ്പത്ത് നമ്മൾ കണ്ടത്. അത്തരത്തിലുള്ള മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുള്ള വശങ്ങൾ മിസ്യൂസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് ശരിയാക്കിയെടുക്കുക എന്നുള്ളതും ഈ നിയമത്തിൽ അല്ലെങ്കിൽ നിയമ ഭേദഗതിയിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചർച്ച നടക്കുമ്പോൾ പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ നടക്കും. പാർലമെൻറ്റിലെ ചർച്ച എന്ന് പറയുന്നത് എപ്പോഴും രാഷ്ട്രീയ ചർച്ചയാണ്. അപ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രീയം പറയും,
ബി ജെ പിക്ക് എതിരായിട്ടുള്ള ആളുകൾ ബി ജെ പിക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയം പറയും. അങ്ങനെ രാഷ്ട്രീയമായിട്ട് മാത്രം കാണേണ്ട വിഷയങ്ങളല്ല ഇത്. അതല്ല, അതിനപ്പുറമായിട്ട് വിശദമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കി ഏറ്റവും സ്വീകാര്യമായ, ഏറ്റവും അമിക്കബിൾ എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലേക്ക് നിയമ ഭേദഗതികൾ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആഹ്ലാദത്തിൻ്റെ കാര്യം പറഞ്ഞു. മുൻപത്തെ ആഹ്ലാദത്തിന് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറേ ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ അതിനൊരു പ്രസക്തിയില്ലെന്നുള്ളത്. ഈ നിയമം ഭേദഗതി ചെയ്തതിൻ്റെ പേരിൽ മുൻപത്തുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല. മുൻപത്തുകാരുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അവർ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി അവർക്ക് നൽകാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണം. അത് കോടതിയാണ് അതിൻ്റെ അകത്ത് ഇടപെടേണ്ടത്. കോടതി അതിനെ നിയമവിധേയമാക്കി കൊടുത്തേ പറ്റൂ. അത് കൊടുക്കാത്തിടത്തോളം കാലം മുൻപം പ്രശ്നം എങ്ങനെ നിൽക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അപ്പൊ ഈ ബില്ല് ഭേദഗതിയാക്കിയാലും മുനമ്പത്തുകാർക്ക് ആ ഭൂമി തിരിച്ചു കിട്ടില്ല. അല്ല, അതെങ്ങനെ കിട്ടും? എങ്ങനെയാണ് അതിന് കിട്ടാനായിട്ടുള്ള നിയമവശമുള്ളത്? ആ ഭൂമി അവർക്ക് തിരിച്ചു കിട്ടാനായിട്ട് പറ്റണം എങ്കിൽ ഇപ്പോഴും വഖഫിൻ്റെ ഭൂമി ക്രയവിക്രയം ചെയ്യാവുന്നതാണ് എന്ന് ഇതിനകത്ത് പറയുന്നില്ല. വഖഫിൻ്റെ ഭൂമി അല്ലെങ്കിൽ വഖഫിൻ്റെ ഉടമസ്ഥയിൽ വരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ള വിശദീകരണമാണ് നൽകപ്പെടുന്നത്. മുൻപത്തെ പ്രശ്നം അതല്ലല്ലോ. മുൻപത്തെ ഭൂമി എന്ന് പറയുന്നത് റവന്യൂ ഭൂമിയാക്കി മാറ്റി ആളുകൾ പണം കൊടുത്തു. ആ പണം കൊടുത്തതിനനുസരിച്ച് അവർക്ക് ആധാരം രജിസ്റ്റർ കൊടുത്തു. അവരവിടെ താമസിക്കണം സാധാരണമായി. എന്നിട്ട് കുറേ കാലം കഴിയുന്ന സമയത്ത് അത് വഖഫിൻ്റെ ഭൂമിയാണ് എന്ന് കോടതി വന്ന് പറയാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോടതി അവിടെ തിരുത്താതെ ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനായിട്ട് കഴിയില്ല. ഇപ്പോൾ നിയമവിധേയമായി അവിടെ ഭൂമി വാങ്ങിച്ചിരിക്കുന്ന ആളുകളുടെ ആധാരങ്ങൾ നിയമവിധേയമാക്കി നൽകി അവർക്കവിടെ കുടിയിരിപ്പ് സാധ്യത ഉറപ്പാക്കുമ്പോൾ മാത്രമാണ് മുൻപത്തെ വിഷയം അവസാനിക്കുകയുള്ളൂ. പക്ഷേ മുൻപത്തെ ആളുകൾ KCBC അടക്കമുള്ള ആളുകൾ കൈയടിച്ച് ഇതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇതുകൊണ്ട് അതിനെന്ത് പരിഹാരം എന്നിവരാരും പറയുന്നില്ല. മൊത്തത്തിൽ അവരങ്ങ് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ഈ വഖഫ് ഭേദഗതി വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കും. അത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടതി ഇടപെട്ട് കോടതി അതിനെ നിയമവിധേയമാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആ സമീപനം ഇതുവരെയും എടുത്തിട്ടില്ല. അതെടുക്കാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്? ബി ജെ പി പറയുന്നത് ഈ ഭേദഗതി പാസ്സായി കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ അവസാനിക്കുന്നത്. എങ്ങനെ അവസാനിക്കും എന്ന് പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമല്ല മുൻപത്തെ ആളുകൾ പണം കൊടുത്ത് വാങ്ങിച്ച് ഭൂമി എന്ന് പറയുന്നത് വഖഫിൻ്റെ ആണെന്ന് പറയുന്ന അവകാശവാദം കോടതിയുടെ മുന്നിൽ വന്ന സമയത്ത് കോടതി പറഞ്ഞത് അങ്ങനെയാണെന്ന് പറഞ്ഞു. കോടതിയെ തിരുത്തണം. കോടതിയെ തിരുത്താനായിട്ട് ഈ പുതിയ ഭേദഗതി നിയമം സഹായിക്കുകയോ ഇല്ല എന്നുള്ളത് കോടതിയിൽ വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയൂ. ഈ സത്യത്തിൽ അപ്പോൾ ഈ വഖഫിൽ ആളുകൾ സന്തോഷിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം അല്ലേ? സന്തോഷിക്കുന്നതിൽ അർത്ഥമുണ്ട്, അർത്ഥമില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം എന്താണെന്ന് വെച്ചാൽ വഖഫ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഏതെല്ലാം തരത്തിലുള്ള ദുരുപയോഗങ്ങൾ നടന്നിട്ടുണ്ട് അത് ഇനി നടക്കാനായിട്ടുള്ള സാധ്യതയില്ല. അതുകൊണ്ട് വഖഫ് നിയമം ദുരുപയോഗം ചെയ്യാനായിട്ടുള്ള സാധ്യതയെ അടച്ച ഒരു ബില്ല് എന്ന നിലക്ക് അത് കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾക്ക് അതുപോലെ പൊതുവിൽ എല്ലാവർക്കും ആഹ്ലാദിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു വിഷയം. മറ്റൊരു പ്രശ്നം, സങ്കടത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിഷയമാണ്. അതായത് വഖഫ് ബോർഡിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് വഖഫും വഖഫ് ബോർഡും രണ്ടായിട്ട് കാണാനായിട്ട് പറ്റില്ല. ദേവസ്വം ബോർഡും രണ്ടായിട്ട് കാണാൻ പാടില്ല എന്നതുപോലെ വഖഫും വഖഫ് ബോർഡും രണ്ടായിട്ട് കാണാൻ പാടില്ല. അപ്പോൾ വഖഫ് ബോർഡിലേക്ക് വരുന്നതായിട്ടുള്ള ആളുകൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കണം. ദേവസ്വം ബോർഡിൽ വരുന്നവർ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരായിരിക്കണം എന്ന് പറയുന്നത് പോലെ ആ ഒരു കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഈ ഭേദഗതി നിലപാട് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുത്തേണ്ടത് തന്നെയാണ്.